ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നത്തെ ഐറ്റം ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. മുതിര കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി. നമ്മുടെ ചോറിൻ്റെ കൂടെയും തൈരും ചോറും കൂടി കഴിക്കുമ്പോഴും അതല്ലാതെ കഞ്ഞിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ചമ്മന്തിപ്പൊടി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, ഹെൽത്തിയുമാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 9 ഇന്ത്യൻ ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കാശ്മീരി ചില്ലി കേട്ടോ. ഈ മുളകിന് വലിയ എരിവില്ല, അതുകൊണ്ടാണ് ഇത്ര എണ്ണ ഇട്ടത്. പിന്നെ ഒരു പിടി കരിവേപ്പിൻ്റെ ഇലയും കൂടി. ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. നമ്മൾ മുതിരയുടെ കൂടെ ഈ മുളകും നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയൊന്നും ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ചൂടാവില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 125 ml കപ്പിന് 1 കപ്പ് മുതിരയാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ ഒട്ടും വേണ്ട. ഇതിനെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ മുതിരയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗണിഷായി, കൂടാതെ ആ മുതിരയൊക്കെ നന്നായിട്ട് പൊട്ടാനും തുടങ്ങും. അപ്പം അതുവരെ നമ്മൾ നന്നായി വറുത്തെടുക്കണം, ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ. ഇപ്പം ഇത് കണ്ടോ, കളറൊക്കെ നല്ലവണ്ണം മാറിയിട്ടില്ലേ? അപ്പം ഇങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസി ആവണം ഇത്. കണ്ടോ? ഇനി ഇതിനെ നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ ബാക്കി സാധനങ്ങൾ വറുത്തെടുക്കാം. അപ്പം ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് ഒരു 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്തി കൊടുത്തത്. അതായത് മുതിരയുടെ ഡബിൾ ക്വാണ്ടിറ്റി ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കുകയാണ്. എണ്ണ ഒട്ടും ഒഴിച്ചിട്ടില്ല. അതുകൂടാതെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരുപാട് ബ്രൗൺ വരെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു ബോളിൻ്റെ സൈസിൽ ഇതിനാവശ്യമായ പുളിയാണ് നമ്മൾ ചേർത്തി കൊടുക്കുന്നത്. കുറച്ച് മതി കേട്ടോ, ഒരുപാട് പുളിക്കണ്ട. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ചൂടാക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ പുളി പെട്ടെന്ന് തന്നെ ലൂസായി കിട്ടും ഇങ്ങനെ ആകുമ്പോൾ. ഇനി അതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള മുതിരയും മുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ആ മിക്സും കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. കായപ്പൊടി ഇല്ലാത്തവർക്ക് കായം വറുത്തിട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ. കായം സെപ്പറേറ്റ് ഒരു പീസ് വറുക്കുക, എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ ഇടാം. അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ. ഇനി ഇതിനെ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഞാൻ അതിനെ തമ്മിലൊന്ന് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലവണ്ണം നല്ലൊരു ഫ്ലേവർ ആട്ടോ. ഇപ്പം ഈ വറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ഇതൊന്ന് തണുത്താൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് പൊടിക്കാനായിട്ട് ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത ബ്ലെൻഡർ ആയിരിക്കണം. ഇതൊരു കുറച്ച് ദിവസം നന്നായിട്ടിരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് തരിയൊന്നും ഇല്ലാതെ പൊടിക്കരുത്, കുറച്ച് തരിയോടുകൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും തരിയോടുകൂടിയാണ് ഞാൻ ചെയ്തത്. ഇതാ തേങ്ങയും മുതിരയും മുളകും ഒക്കെ കൂടി അടിപൊളി ടേസ്റ്റ് കേട്ടോ. തൈരും ചോറിനും ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുകൂടാതെ തന്നെ എന്തിൻ്റെ കൂടെയും കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.